പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്. എഫേസോസ് 2:1 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അപ്പോൾ ആത്മാവിൽ മരിച്ചവരായ നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. 1 പത്രോസ് 2:24 തിരുവചനം പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 2 കൊറിന്തോസ് 5:15 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത്. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നാം നിത്യജീവൻ നേടിയെടുക്കുക എന്ന അർത്ഥം. എന്താണ് നിത്യജീവൻ? യോഹന്നാൻ 17:3 തിരുവചനം പറയുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവത്തെയും ദൈവപുത്രനായ യേശുവിനെയും അറിയുമ്പോഴാണ് നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നത്. ഈ ബോധ്യം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ അകറ്റി വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം സഹായിക്കും. യേശു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിച്ച് തരുന്നതും പരിശുദ്ധാത്മാവ്. തിന്മയിലേക്ക് നമ്മെ നയിക്കുന്നത് സാത്താനാണ്. അവൻ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. 2 കൊറിന്തോസ് 4:4 തിരുവചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്തായ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷത്തിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് സുവിശേഷമനുസരിച്ച്, അതായത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധി നേടാനായിട്ട് കഴിയുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.